13ാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കോർട്ട് ഹിസ്റ്റോറിയൻസ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ്? മധ്യകാല ഘട്ടത്തിലെ കൊട്ടാരം ചരിത്രകാരന്മാരുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. മിഡീവൽ പീരീഡിനെ സംബന്ധിച്ചാണ്. മിഡീവൽ ഇന്ത്യയിലെ ആണോ മിഡീവൽ യൂറോപ്പിലെ ആണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവെ കൊട്ടാരം ചരിത്രകാരന്മാരെ കോർട്ട് ഹിസ്റ്റോറിയൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 14ാമത്തെ ചോദ്യം 5 മാർക്കിന്റെ ചോദ്യമാണ്. സ്കെച്ച് ദ റോൾ ഓഫ് എ സെന്റ് അഗസ്റ്റിൻ ഇൻ ദ പ്രിവ്യൂ ഓഫ് എ ഹിസ്റ്റോറിയോഗ്രഫി. സെന്റ് അഗസ്റ്റിൻ ചർച്ച് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ആളാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിയാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന തെറ്റാണ്. ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിലെ എന്തോന്നാണ് സെന്റ് അഗസ്റ്റിന്റെ പങ്ക് എന്താണ് എന്നുള്ളത്. അടുത്ത 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രോണോളജി ഇൻ ഹിസ്റ്ററി? ക്രോണോളജിയിലെ പ്രാധാന്യം എന്ത് ചരിത്ര രചനയിൽ? അതായത് നാൾ വഴി ചരിത്രം. ആദ്യം നടന്ന സംഭവം ആദ്യം, പിന്നെ നടന്ന സംഭവം പിന്നെ, അങ്ങനെ ക്രമമായി എഴുതുന്നതിനെയാണ് ക്രോണോളജി എന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരണേ. 16ാമത്തെ ചോദ്യം ഡിസ്കസ് ദ ഇൻ ബ്രീഫ് ദ ലെഗസി ഓഫ് പോസിറ്റിവിസം ടു ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രഫി. മോഡേൺ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഡെവലപ്മെന്റിന് പോസിറ്റിവിസം എത്രമാത്രം പ്രയോജനകരമാണ് എന്നുള്ളത്. പോസിറ്റിവിസം എന്താണെന്ന് നമുക്കറിയാം. ശാസ്ത്രീയമായ സമീപനമാണ്. അത് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അഗസ്റ്റ് കോംതാണ് അത് കൊണ്ടുവന്നത്. പൊതുവെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു പഠനത്തിനും അത് പ്രയോജനപ്പെടുത്താം എന്നുള്ള പോസിറ്റിവിസം എന്ന് പറയുന്ന തിയറി ഒരു തരം സയന്റിഫിക് അപ്രോച്ചാണ്. മോഡേൺ ഹിസ്റ്റോറിയോഗ്രഫിയിൽ അതിനുള്ള പ്രാധാന്യം വിവരിക്കുക. 17ാമത്തെ ചോദ്യം ഡിസ്കസ് ദ ഐഡിയ ഓഫ് ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് പുട്ട് ഫോർവേഡ് ബൈ ടോയിൻബി. അർണോൾഡ് ജെ ടോയിൻബി മുന്നോട്ട് വെച്ച വെല്ലുവിളിയും പ്രതികരണവും എന്ന ആശയം അതെന്താണ് എന്ന് ചർച്ച ചെയ്യുക. അർണോൾഡ് ജെ ടോയിൻബി എന്ന ചരിത്രകാരനുണ്ട്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് അത് വായിച്ചു നോക്കുക. ഡിസ്കസ് ദ കോണ്ടെക്സ്റ്റ് ദാറ്റ് ലെഡ് ടു ഗ്രോത്ത് ഓഫ് അനാലിസിസ് സ്കൂൾ. അനാലിസിസ് സ്കൂളിന്റെ വളർച്ചയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെ ആ സന്ദർഭം പരിശോധിക്കാം. അതായത് എല്ലാ വാർഷിക ചരിത്രം എന്നൊക്കെ നമ്മൾ എഴുതുന്ന ഒരു പാരമ്പര്യമാണ് അനാലിസിസ് സ്കൂൾ എന്ന് പറയുന്ന ചരിത്ര രചനാശയ രീതിക്കാർ പിന്തുടരുന്നത്. അപ്പൊ അതിലേക്ക് നയിച്ച ആ സാഹചര്യം, ആ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? അടുത്തത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് മൈക്രോ ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി. സൂക്ഷ്മ ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിൽ താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുക, കോൺട്രാസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസ് ആൻഡ് ഇമോഷൻസ്. മെന്റാലിറ്റീസിന്റെയും ഇമോഷൻസിന്റെയും ചരിത്രം ഉണ്ടല്ലോ, അതൊന്ന് ചുരുക്കി പറയാമോ? വാട്ട് ആർ ദ ആർട്ടിഫാക്ട്സ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? പ്രാദേശിക ചരിത്രത്തിന് നമുക്ക് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകൾ, പ്രാദേശിക ചരിത്രത്തെ കുറിച്ച്. അപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഏരിയയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണുന്നുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ആ ഭാഗം ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഭാഗം തീരെ പഠിക്കാതെ പോകണ്ട പരീക്ഷയ്ക്ക് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇനി വേറൊരു ചോദ്യം വരുന്നത് പാർട്ട് സിയിലെ എസ്എ ടൈപ്പ് എന്നുള്ളതിൽ എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് റോമൻ ഹിസ്റ്റോറിയോഗ്രഫി. റോമൻ ചരിത്രരചനയുടെ സവിശേഷത എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് 2022 എസ്എ ഒന്നാമതായിരുന്നു. ട്രേസ് ദ ഇമ്പാക്ട് ഓഫ് ഹെഗലിയൻ ഡയലക്ടിക്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി. ഹിസ്റ്ററിയുടെയും ഹിസ്റ്റോറിയോഗ്രഫിയുടെയും കാര്യത്തിൽ ഹെഗലിയൻ ഡയലക്ടിക്സ് എത്രമാത്രം, ഹെഗൽ നമുക്കറിയാം വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്ന കാൾ മാർക്സിന്റെ പ്രസിദ്ധീകരണം അത് ഉണ്ടായത് തന്നെ കാരണം ഹെഗലിൽ നിന്ന് ഡയലക്ടിക്കൽ ഐഡിയ മാർക്സ് പഠിച്ചെടുത്താണ്. എന്തുകൊട്ടെ അപ്പോൾ തെസിസും ആന്റി തെസിസും ഇവ രണ്ടും കൂടി പ്രവർത്തിച്ച് സിന്തസിസ് ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ ഹെഗലിയൻ ഡയലക്ടിക്സിന്റെ ഭാഗമാണ്. അത് ഹിസ്റ്റോറിയോഗ്രഫിയിൽ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആ സ്വാധീനം വ്യക്തമാക്കുക. ഡിസ്ക്രൈബ് ദ പോസ്റ്റ് മോഡേൺ ട്രെൻഡ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു മൈക്കൽ ഫോക്കോൾട്ട്. മൈക്കൽ ഫോക്കോൾട്ടിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഹിസ്റ്റോറിയോഗ്രഫിയെ സംബന്ധിച്ചുള്ള പോസ്റ്റ് മോഡേണിനേക്കാളും വളരെ മുമ്പുള്ള എന്നർത്ഥം അതിന്റെ ട്രെൻഡ് വിവരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. 25ാമത്തെ ലാസ്റ്റത്തുമായിട്ടുള്ളത് ഇതാണ്. എക്സ്പ്ലോർ ദ റെലവൻസ് ഓഫ് ഓറൽ ഹിസ്റ്ററി ആസ് ആൻ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിന്റെ പഠനത്തില് വാമൊഴി ചരിത്രത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്, ഇത്രയും കാര്യങ്ങളാണ്.